കായിക താരങ്ങളുടെ മക്കൾ കായിക താരങ്ങളാവുന്ന കാഴ്ച പൊതുവേ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഈ കഥയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് കേട്ടോ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ അലീനയും പിതാവ് ആന്റണിയും ചേർന്നാണ് സംസ്ഥാന മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച കാസർഗോഡ് ജില്ലാ ടീമിനെ പരിശീലിപ്പിച്ചത്. സർവീസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹൈറ്റിൽ ടോസ് ഇടണ്ട, ഒരു മീഡിയം ടോസിൽ കോണ്ടാക്റ്റ് കറക്റ്റ് ആവുക, ബോളിൻ്റെ സെൻറ്ററായിട്ട് കൈ കറക്റ്റ് സെൻറ്ററായിട്ട്. മേളിലാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ബോളിൻ്റെ റീച്ച് പിടിച്ചടിക്കണം, പക്ഷേ സർവീസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സെൻറ്ററായിരിക്കണം. നമുക്ക് സർവീസ് എങ്ങനെയാണ് പോകേണ്ടത്? ഫ്ലോട്ടിങ്ങിലാണ് പോകേണ്ടത് അപ്പുറത്തെ കോർട്ടിലേക്ക്. അപ്പോൾ എപ്പോഴും ബോളിൻ്റെ സെൻട്രൽ പോർഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് ട്രയൽ കാണിച്ചുതരാം, നോക്കുക. കണ്ടോ, സ്റ്റില്ലായി പോകണം, എങ്കിൽ അപ്പുറത്തെ ആളുടെ പാസ് പൊട്ടും. ഗുഡ് സർവീസ്, ഗുഡ് സർവീസ്. കുട്ടിക്കാലത്ത് അലീനയെ വോളിബോൾ കോർട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് പിതാവും വോളിബോൾ താരവുമായ ആന്റണിയാണ്. സ്കൂൾ ടീമിൽ കളിച്ചു തുടങ്ങിയ അലീന ദേശീയ മത്സരങ്ങളിൽ വരെ ജേഴ്സി അണിഞ്ഞു. അങ്ങനെയിരിക്കെയാണ് പിന്നീട് പരിശീലന രംഗത്തേക്ക് കടന്നു വന്നത്. അംഗീകൃത പരിശീലകയായതിന് പിന്നാലെയാണ് ജില്ലാ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള ചുമതലയിൽ ലഭിക്കുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്നു. ഫസ്റ്റത്തെ എൻ്റെ കോച്ചിങ് തന്നെ അച്ഛൻ എൻ്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു തരാനും എല്ലാം കൂടത്തിൽ സപ്പോർട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് അതിൽ. ഈ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടികളായിരുന്നു, നല്ല കഴിവുള്ള കുട്ടികളായിരുന്നു. നമ്മൾക്ക് ക്യാമ്പ് കൊടുക്കാൻ കുറേ ദിവസമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഭയങ്കര വെയിലും ഇതെല്ലാം കാരണം കുറേ ദിവസം കിട്ടിയിട്ടില്ല. പക്ഷെ ഉള്ള ദിവസം കൊണ്ട് കുട്ടികൾ നല്ല കഴിവുള്ളതായിരുന്നു. അവരെ നന്നായിട്ട് കളിപ്പിക്കാൻ പറ്റി. കൊണ്ടായിട്ട് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് കളിപ്പിക്കാൻ അവരവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടു. നമ്മൾ പറഞ്ഞു കൊടുത്ത എല്ലാം അവർ അതുപോലെ നന്നായിട്ട് ചെയ്തു. മകൾ നിർണായകമായ ചുമതലയിലേക്ക് എത്തുമ്പോൾ കൂടെ പിന്തുണയുമായി നിൽക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണെന്ന് ആന്റണിയും പറയുന്നു. മക്കൾ കൂടെ ഉള്ളപ്പം നമുക്കൊന്നുകൂടെ ഉണർവാന്ന്. കാരണം എന്ന് വെച്ചാൽ മക്കൾ എന്നെക്കാളും കുറച്ചുകൂടെ വിദ്യാസമ്പന്നരായി കഴിഞ്ഞല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഫാൾട്ടുകൾ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ഞങ്ങൾ രാത്രി ഒക്കെ വീട്ടിൽ നിന്നൊക്കെ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ കോർട്ടിൽ വന്ന് പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മിസ്റ്റേക്കുകൾ വരാതെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മകൾ കോച്ചായിട്ട് അവിടുന്ന് കളിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ടീമിലുള്ള പ്ലെയേഴ്സിൻ്റെ മിസ്റ്റേക്കും അപ്പുറത്തെ ഏത് പ്ലെയറിനാണോ അവിടെ വീക്കുള്ളത് അവിടെ സർവീസ് ചെയ്ത് നമുക്ക് പോയിന്റ് എടുക്കുന്ന ആ രീതിയിലൊക്കെ എന്ന് വെച്ചാൽ ചെറിയൊരു നിർദ്ദേശം കൂടെ കൊടുക്കുമ്പോഴേക്ക് മകൾക്കും സുഖമായി, നമ്മുടെ ടീമിനും സുഖമായി. ഇത് നോക്കിയേ, അങ്ങനെ ഒരു ബോൾ നേരെതാ. ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ മാത്രമല്ല, കാസർഗോഡൻ മലയോരങ്ങളിൽ നടക്കുന്ന വോളിബോൾ ക്യാമ്പുകളിലും താരങ്ങളെ പരിശീലിപ്പിക്കാൻ ഈ അച്ഛനും മകളും സമയം കണ്ടെത്താറുണ്ട്. ഇനി വരുന്ന വലിയ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കാനിറങ്ങുന്ന ടീമിനായി ഇപ്പോഴേ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങുകയാണ് ഇരുവരും. ചെറിയ ഡോസ് അറ്റാക്ക്, ചെറിയ ഡോസ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഒരു അടിപൊളി അച്ഛനും മോളും അല്ലേ? സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അച്ഛനും മകളും അല്ലെങ്കിൽ അച്ഛനും മക്കളും ഒരേ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നത് അതത്ര പുതുമയുള്ള കാര്യമല്ല. നമ്മളിപ്പോഴും അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ രണ്ടുപേരും ഒരേ സമയം അതേ ജോലിയിൽ തന്നെ ഒന്നിച്ച് തുടരുക എന്ന് പറയുമ്പോൾ അതിനല്പം പുതുമയും അത് കേൾക്കുമ്പോൾ കുറച്ച് രസമൊക്കെ ഉണ്ട്. രണ്ടുപേരും ചേർന്ന് ഒന്നിച്ച് ഹാപ്പിയായി ഇപ്പോൾ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ശരിക്കും ഉള്ളിലൊരു സന്തോഷമുണ്ട്. അവർ രണ്ടുപേരുള്ള ആ ഒരു കോംബോ അടിപൊളിയാണ്. ശരിക്കും വോളിബോളിനെ ജീവശ്വാസമാക്കി മാറ്റിയ ഒരു കുടുംബം എന്ന് തന്നെ നമുക്ക് യാതൊരു സംശയമില്ലാണ്ട് പറയാൻ കഴിയും. കാരണം നല്ല രീതിയിൽ കളിച്ച് വളർന്നു വന്ന ഒരു കുട്ടി, അവർക്ക് കൃത്യമായ പരിശീലനം നൽകിയിട്ടുള്ള പിതാവ്, പിന്നീട് ആ മകളെ വലിയ രീതിയിലേക്കുള്ള ടൂർണമെൻറ്റുകളുടെ ഭാഗമാക്കി മാറ്റുന്നു. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും താരമായി മാറുന്നു. അതിനുശേഷം പരിശീലന രംഗത്തേക്ക് വരുന്നു. നാടിന് അഭിമാനമാകുന്ന രീതിയിൽ ജില്ലാ ടീമിനെ പരിശീലിപ്പിക്കാൻ എത്തുന്ന സമയത്ത് അലീനയ്ക്കൊപ്പം കൂട്ടായി നിൽക്കുന്നത് സ്വന്തം അച്ഛൻ തന്നെയാണ്. അപ്പോൾ അലീന പറയുന്നൊരു കാര്യമുണ്ട്. കാരണം വീട്ടിൽ നിന്ന് തന്നെയാണ് ഞങ്ങളുടെ തന്ത്രങ്ങൾ മെനയിലൊക്കെ തന്നെ നടക്കുന്നത്. കാരണം ഓരോ വീഡിയോസും മത്സരങ്ങളുടെയൊക്കെ തന്നെ കൃത്യമായ വീഡിയോ എടുത്ത് വെച്ച് ഓരോരുത്തരുടെ പിഴവ് എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി എങ്ങനെ ഏത് രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും സ്വന്തം ടീമിലെ വീഴ്ചകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമയം ഞങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നു എന്നൊക്കെ തന്നെ പറയുമ്പോഴുള്ള ആ ഒരു എനർജി വല്ലാത്തൊരു എനർജി തന്നെയാണ്. മാത്രമല്ല, അവർ ഏത് രീതിയിലുള്ള വലിയ ടൂർണമെൻറ്റുകളുടെ ഭാഗമാകുന്ന സമയത്തും നാട്ടിൻ പുറത്തെ വോളിബോൾ ക്യാമ്പുകളിൽ ഇപ്പോഴും അവർ സജീവമായി മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും കൂടുതൽ ഇപ്പോൾ നിലവിൽ ലെവൽ 1 സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ് അലീന. ഇനിയും കൂടുതൽ സർട്ടിഫൈ ആവേണ്ട രീതിയിലേക്ക് ഇനിയും കൂടുതൽ എക്സാമുകളുടെയൊക്കെ തന്നെ ഭാഗമാവാനുണ്ട്. അതോടൊപ്പം തന്നെ ആൻ്റണി ചേട്ടനാണെങ്കിൽ നാട്ടിലെ കുട്ടികൾക്ക് കൃത്യമായൊരു വോളിബോൾ അക്കാദമിയുടെ ഭാഗമായിട്ട് എത്രയോ ആളുകൾക്ക് മലയോരത്തെ എത്രയോ താരങ്ങളുടെ പരിശീലകനായി മാറിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ജില്ലാ ടീമിൻ്റെ ഭാഗമായി കൂടി മാറുന്നു. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ചെറിയ പ്രായം തൊട്ട് തന്നെ
കായിക താരങ്ങളാക്കി മക്കളെ മാറ്റണമെന്നുള്ള കൃത്യമായൊരു നിശ്ചയദാർഢ്യമുള്ള ഒരു കുടുംബം. അതിൻ്റെ ഭാഗമായി തന്നെ നല്ല പരിശീലനം നൽകുന്നു. ഇപ്പോൾ അലീനയുടെ വിവാഹം കഴിഞ്ഞ് അലീനയെ വിവാഹം ചെയ്തതാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ദേശീയ താരം തന്നെയാണ്. വലിയ പ്രോ വോളിബോൾ ലീഗ് അടക്കം മിന്നും താരമായി നിൽക്കുന്ന ഹേമന്താണ് അലീനയുടെ ഭർത്താവ്. അപ്പോൾ എന്തുകൊണ്ടും കൃത്യമായ ഒരു അത്ലറ്റിക് ഫാമിലി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ആ ഒരു കായിക മേഖലയിൽ മക്കളെ ഇത്ര മികവുള്ളവരാക്കി മാറ്റിയ അച്ഛൻ തന്നെയാണ് അവിടുത്തെ ഹീറോ. എന്തായാലും രണ്ടുപേർക്കും അടിപൊളിയായി മറ്റുള്ളവരെ കൂടുതൽ പരിശീലിപ്പിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും.